നമസ്കാരം. നമുക്ക് പ്രകാശം തരുന്ന രണ്ടു സംഗതികളത്രേ മെഴുകുതിരിയും വിളക്കും. രണ്ടും നൽകുന്നത് വെളിച്ചമാണെങ്കിലും അവയ്ക്ക് തമ്മിൽ കാതലായ വ്യത്യാസമുണ്ടെന്നു കാണാം. വെളിച്ചത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭാരതീയ മനസ്സിന് അതിനെ ജ്ഞാനത്തിന് ഉപമാനമാക്കാൻ തോന്നും. ജ്ഞാനമാകുന്ന വെളിച്ചം എന്നാണല്ലോ പറയുക, അജ്ഞാനമാകുന്ന ഇരുട്ടെന്നും. തമസോമ ജ്യോതിർഗമയ എന്നൊരു ആപ്തവാക്യമുണ്ടല്ലോ, അതായത് ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിച്ചാലുമെന്ന്. അതായത് അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്ന് എന്നെ ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് നയിച്ചാലുമെന്ന്. ദീപനാളത്തെ സംബന്ധിച്ച് ഈ തത്വം പര്യാപ്തമായിരിക്കാം, പക്ഷേ മെഴുകുതിരി നാളത്തെ സംബന്ധിച്ച് ഈ തത്വം പോരാതെ വരും. വ്യക്തമാക്കാം. ഒരു വിളക്ക് കത്തിത്തീരുമ്പോൾ വിളക്ക് അങ്ങനെ തന്നെ അവശേഷിക്കുന്നു. മെഴുകുതിരിയോ അത് കത്തി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. വിളക്കിലെ തിരിനാളത്തെ നമുക്ക് ഇഷ്ടം പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിൻ്റെ ദിശ നമുക്ക് മാറ്റിമറിക്കുകയുമാവാം. എന്നാൽ മെഴുകുതിരി നാളത്തിൽ ഒരു കൃത്രിമത്വവും നടക്കില്ല. അത് ആദ്യന്തം ഒരുപോലെ എല്ലാവർക്കുമായി പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. ചുറ്റുമുള്ളവർക്കൊക്കെ പ്രകാശം നൽകിക്കൊണ്ട് സ്വയം ഉരുകി ഇല്ലാതാകുന്ന മെഴുകുതിരി അന്യർക്കായി ജീവിതം ഹോമിക്കുന്നവരുടെ ഏറ്റവും ഉദാത്തമായ പ്രതീകമത്രേ. ഈശോ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആ ഈശോയെ കത്തുന്ന മെഴുകുതിരിയോട് വേണം ഉപമിക്കുവാൻ. ഇതൊക്കെ കൊണ്ടാവണം ഉണ്ണീശോ ജനിച്ച് 40ൻ്റെ അന്ന് മാതാപിതാക്കൾ ഉണ്ണീശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന തിരുനാൾ ലോകമൊട്ടുകുള്ള ക്രിസ്തുമത വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെട്ട മെഴുകുതിരികൾ കത്തിച്ചു വെച്ച് കൊണ്ടാടുന്നത്. മെഴുകുതിരികളുടെ ആവലി എന്നർത്ഥത്തിലുള്ള കാൻഡിൽ മാസ് എന്ന പേരിലാണല്ലോ നാം ഈ സുദിനം ആഘോഷിക്കുന്നത്. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഇതം ന മമ എന്ന് പേരിട്ട് വിളിക്കുന്ന കാൻഡിൽ മാസ് ദിന പ്രത്യേക പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി ഒട്ടേറെ കൃതികൾ മലയാളത്തിലും സംസ്കൃതത്തിലുമായുണ്ട്. അത്തരം കൃതികളിൽ നിന്ന് കാൻഡിൽ മാസ് സംബന്ധിയായ ഏതാനും പദ്യങ്ങൾ തിരഞ്ഞെടുക്കുകയും അവ അക്ഷരശ്ലോക മാതൃകയിലോ കാവ്യകേളി മാതൃകയിലോ ചൊല്ലുകയും അവയുടെ സവിശേഷതകളിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുന്ന ഒരു ഉദ്യമമാണിത്. ഒരു ശ്ലോകം, ഒരു പദ്യം അക്ഷരശ്ലോക മാതൃകയിലോ കാവ്യകേളി മാതൃകയിലോ ചൊല്ലുമ്പോൾ അതിൻ്റെ ആസ്വാദ്യത അപാരമാണ്. ഇവ രണ്ടിലും ഒരുപോലെ പ്രാവീണ്യം സിദ്ധിച്ച രണ്ടുപേർ ഇന്ന് എനിക്കൊപ്പമുണ്ട്. ഞാൻ അവരെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. ഒരാൾ ഗോപികാദേവി, മൂവാറ്റുപുഴയിലെ നിർമ്മല കോളേജിലെ MA മലയാളം വിദ്യാർത്ഥിയാണ്. നമസ്കാരം. ഇനിയൊരാൾ ശ്രീദേവി, തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ BSc മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിയാണ്. നമസ്കാരം. അക്ഷരശ്ലോകത്തെക്കുറിച്ചും കാവ്യകേളിയെക്കുറിച്ചും ഇവർ ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കും. 1800കളുടെ അവസാനത്തോടെ കൊടുങ്ങല്ലൂർ കളരി ആസ്ഥാനമാക്കിയാണ് അക്ഷരശ്ലോകം എന്ന കാവ്യ വിനോദം രൂപപ്പെട്ടത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കൊച്ചുണ്ണി തമ്പുരാൻ, വെൺമണി അച്ഛൻ നമ്പൂതിരി, വെൺമണി മഹൻ നമ്പൂതിരി തുടങ്ങിയവരാണ് ഇതിൻ്റെ ആദ്യകാല പ്രയോക്താക്കൾ. ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല ഉത്സവപ്പറമ്പുകളിലും മറ്റും അക്ഷരശ്ലോകം എന്ന കല വികസിച്ചു വന്നു. സംസ്കൃത വൃത്തത്തിൽ രചിക്കപ്പെട്ട മുക്തക സ്വഭാവമുള്ള ശ്ലോകങ്ങളാണ് അക്ഷരശ്ലോക കലയിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ശ്ലോകങ്ങൾ VKG, KND, പ്രേംജി തുടങ്ങിയ കവികൾ രചിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അക്ഷരശ്ലോകം എന്ന കലയ്ക്ക് കൂടുതൽ ആഴവും പരപ്പും വന്നു. ND കൃഷ്ണനുണ്ണി മാഷാണ് അക്ഷരശ്ലോക പരിഷത്ത് സ്ഥാപിച്ചത്. അതിനുശേഷം കേരളത്തിൽ ഒരുപാട് കളരികൾ രൂപപ്പെടാനും ഒരുപാട് കുട്ടികൾ അക്ഷരശ്ലോക കല ശാസ്ത്രീയമായി അഭ്യസിക്കാനും തുടങ്ങി. ചെങ്ങമനാട് ദാമോദരൻ നമ്പ്യാരാണ് കേരളത്തിൽ ആദ്യമായി ഒരു അക്ഷരശ്ലോക കളരി സ്ഥാപിച്ചത്. പിന്നീട് കുണ്ടൂർ, തൊടുപുഴ, പാല, വാഴക്കുളം തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ അക്ഷരശ്ലോക കാവ്യകേളി കളരികൾ ഉണ്ടായി വന്നു. കലോത്സവത്തിൽ അക്ഷരശ്ലോകം ഒരു മത്സര ഇനമായി ഉൾപ്പെടുത്തിയതോടെ അക്ഷരശ്ലോകം കൂടുതൽ ശാസ്ത്രീയമായി അഭ്യസിക്കാൻ കുട്ടികളും തയ്യാറായി വന്നു. പിന്നീട് നവമാധ്യമങ്ങളിലൂടെ, അതായത് വാട്സപ്പ്, യൂട്യൂബ് തുടങ്ങിയ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അക്ഷരശ്ലോകക്കാർ പരസ്പരം ബന്ധപ്പെടാനും അവയുപയോഗിച്ച് ശ്ലോകങ്ങൾ ഷെയർ ചെയ്യാനും തുടങ്ങി. ഇന്ന് ഒരുപാട് വാട്സപ്പ് കളരികളുണ്ട്, ശ്ലോകങ്ങൾ പങ്കുവയ്ക്കാൻ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്, അതിലൂടെ അഭ്യസിക്കുന്ന ഒരുപാട് കുട്ടികളുമുണ്ട്. അക്ഷരശ്ലോകം പോലെ തന്നെ ഉള്ള ഒരു വിനോദ കലയാണ് കാവ്യകേളിയും. അക്ഷരശ്ലോകത്തിൽ സംസ്കൃത വൃത്തമാണെങ്കിൽ കാവ്യകേളിയിൽ നമ്മൾ ഭാഷാവൃത്തങ്ങളിലുള്ള കാവ്യഖണ്ഡങ്ങളാണ് ചൊല്ലുന്നത്. അത് ഭാഷാവൃത്തത്തിലുള്ള 4 ഈരടികളാണ് ഓരോ കാവ്യഖണ്ഡങ്ങളും.
ഒരാൾ ചൊല്ലി മൂന്നാമത്തെ ഈരടിയിലെ ആദ്യത്തെ അക്ഷരം വെച്ചുകൊണ്ടാണ് അടുത്തയാൾ ചൊല്ലുന്നത്. പിന്നെ ഭാഷാവൃത്തത്തിൻ്റെ ആലാപന സൗന്ദര്യം കേൾവിക്കാരിലേക്ക് എത്തിക്കുക, ഭാഷാവൃത്ത കവിതകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് കാവ്യകേളിയുടെ പ്രധാന ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്. സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നറിയപ്പെടുന്ന ലൂക്കായുടെ സുവിശേഷത്തിലാണ് കാൻഡിൽ മാസ് സംബന്ധിയായ വിവരണം അന്തർഭവിക്കുന്നത്. കാൻഡിൽ മാസിന് 3 മുഖങ്ങൾ ഉണ്ടെന്നു കാണാം. ഒന്ന്, ഇത് യേശുവിൻ്റെ അവതരണ പെരുന്നാളാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ സമർപ്പണ പെരുന്നാളാണ്. ഉണ്ണീശോയെ മാതാവും യോസേപ്പിതാവും കൂടി ദേവാലയത്തിൽ സമർപ്പിച്ചുവല്ലോ, അതാണ് സൂചിപ്പിക്കുന്നത്. 2, ഇത് വിശുദ്ധ കന്യാമറിയത്തിൻ്റെ ശുദ്ധീകരണ പെരുന്നാളാണ്. പ്രസവാനന്തരം മാതാവ് ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയയായല്ലോ, അതാണ് സൂചിപ്പിക്കുന്നത്. 3, ഇത് ദിവ്യ സന്ദർശന പെരുന്നാളാണ്. ദേവാലയത്തിൽ വെച്ച് ശിമിയോനും അന്നയും ഉണ്ണീശോയെ സന്ദർശിച്ചുവല്ലോ, അതാണ് സൂചിപ്പിക്കുന്നത്. ഉണ്ണീശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതും മറ്റനുബന്ധ കാര്യങ്ങളും പ്രൊഫസർ PC ദേവശ്യ തൻ്റെ ക്രിസ്തു ഭാഗവതം എന്ന സംസ്കൃത കാവ്യത്തിൽ വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. നമുക്കതിലെ ഒരു പദ്യം ഒന്ന് ചൊല്ലിക്കേട്ടാലോ. സൂത്യശൗച ദിവസാത്യയേ ശിശും ദേവസത്മനി സമർപ്പയേദിതി തക്ഷകസ്ത്വഥൈരൂശലേമ സന്ദർശനായ സഹ ബന്ധുഭിർയയൗ. സൂതി അശൗച ദിവസ അത്തിയയെ എന്നാണ്. പ്രസവാനന്തരമുള്ള അശൗചത്തിൻ്റെ ദിവസം കഴിഞ്ഞവാറെ മാതാവും യോസേപ്പിതാവും കൂടി ഉണ്ണീശോയെ എടുത്തും കൊണ്ട് ജെറൂസലേം ദേവാലയം സന്ദർശിക്കുവാനായി പുറപ്പെട്ടു എന്നാണ് ഈ പദ്യത്തിൽ പറയുന്നത്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. പരിശുദ്ധയായ മാതാവ്, സ്വതവേ പരിശുദ്ധയായ മാതാവ്, അതും പരിശുദ്ധനായ ഉണ്ണീശോടൊപ്പം ഇത്ര നാൾ കഴിഞ്ഞ മാതാവ് ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയയാവേണ്ടതുണ്ടോ? അതിൻ്റെ ഉത്തരം എനിക്ക് തോന്നുന്നു ഈശോയുടെ പരിച്ഛേദന കർമ്മത്തിൽ കാണാനാകും എന്നാണ്. ഈ 2 സന്ദർഭങ്ങളെ സംബന്ധിച്ചും, അതായത് ഉണ്ണീശോയുടെ പരിച്ഛേദന കർമ്മത്തെ സംബന്ധിച്ചും മാതാവിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയെ സംബന്ധിച്ചും യോസേപ്പിതാവിൻ്റെ നിലപാട് എന്തായിരുന്നു? യഹൂദന്മാരുടെ ആചാരമര്യാദകൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ എന്നായിരുന്നു യോസേപ്പിതാവിൻ്റെ കാഴ്ചപ്പാട്. യഹൂദ സമുദാചാര വർത്തമ എന്നാണ് കവി ദേവസ്യയുടെ പ്രയോഗം. ഈ സന്ദർഭത്തെ ആധാരമാക്കി കവി ദേവസ്യ തൻ്റെ ക്രിസ്തു ഭാഗവതം എന്ന സംസ്കൃത കാവ്യത്തിൽ രചിച്ച ഈരടികൾ നമുക്കൊന്ന് കേട്ടാലോ. മർത്യജന്മനി മഹേശനന്ദനോ മർത്യധർമ്മമനുവർത്തതാം സ്വയം സൂത്യശൗച വിധിമാചരേത് ക്രമാദസ്മദീയ കുലധർമ്മശാസനാത്. അതെ, ദേവപുത്രനാണെങ്കിലും ദേവമാതാവാണെങ്കിലും മനുഷ്യജന്മത്തിൽ മനുഷ്യധർമ്മം അനുവർത്തിച്ചു കൊള്ളട്ടെ, ഇതാണ് യോസേപ്പിതാവിൻ്റെ നിലപാട്. യോസേപ്പിതാവിന് തീർച്ചയായും അത്തരമൊരു നിലപാട് കൈക്കൊള്ളാനുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷെ നമുക്ക് ആ വ്യാഖ്യാനം കൊണ്ട് തൃപ്തിപ്പെടാൻ വയ്യ. കാരണം ഈ ചെയ്തികൾക്ക് മറ്റൊരു മാനം കണ്ടേ തീരൂ. ഈശോയുടെ പരിച്ഛേദന കർമ്മം എടുത്താൽ ഈശോ ഒഴുക്കിയ ദേഹരക്തമുണ്ടല്ലോ, അത് ഈശോ ആജീവനാന്തം മനുഷ്യ സമുദായത്തിന് വേണ്ടി ഒഴുക്കിയ ജീവരക്തത്തിൻ്റെയും ഹൃദയരക്തത്തിൻ്റെയും പ്രതീകമല്ലാതെ മറ്റെന്താണ്? മഹാന്മാരുടെ പ്രവൃത്തികളുണ്ടല്ലോ, അവയുടെ താല്പര്യം പ്രായേണ വാച്യാർത്ഥത്തിലല്ല വ്യംഗ്യാർത്ഥത്തിലാണ് ചെന്നവസാനിക്കുന്നത്. ഈ ചെയ്തികളുടെ പ്രതീകാത്മകത തിരിച്ചറിയുകയും അത് തങ്ങളുടെ കാവ്യങ്ങളിൽ നിവേശിപ്പിക്കുകയും ചെയ്ത എഴുത്തുകാർ നമുക്ക് ഇല്ലാതില്ല. മാത്യു ഉലകംതറ എന്ന പ്രശസ്തനായ മലയാള സാഹിത്യകാരൻ തൻ്റെ ക്രിസ്തുഗാഥ എന്നു പേരായ കൃതിയിൽ ഈ സന്ദർഭം വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. അതായത് ഈശോ പരിച്ഛേദന കർമ്മത്തിന് വിധേയനായല്ലോ, അതിൻ്റെ പ്രത്യേകാത്മകത വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഏതാനും പദ്യങ്ങൾ കേട്ടാലോ.
ഈശോ എന്നുള്ള മഹോന്നത നാമവും ഈശഹിതം പോലവനു നൽകി. രക്ഷകൻ തന്നോടെ കാൽവരി നാടകം രക്തലിപിയിൽ കുറിച്ചു നാന്തി. പൂതമാം ശോണിതം ചിന്തി സ്വർഗത്തിൻ്റെ വാതിൽ നരർക്കായി തുറന്ന നാഥൻ. 40-ാം നാളിൽ വിശുദ്ധീകർമ്മത്തിനായി നൽപിതാവിൻ്റെ ഭവനം പൂകി. നിർമ്മലമാമീ നിണപ്പുഴ കാൽവരിക്കുന്നിലെ ചോരയ്ക്കകമ്പടിയായി ചെമ്പട്ടു മുമ്പേ വിരിച്ചെതിരേൽക്കുന്നു തമ്പൂരാൻ പിമ്പേ എഴുന്നള്ളുന്നു. അതെ. ഇനി മാതാവിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയെ നാം എങ്ങനെയാണ് സാധൂകരിക്കുക? എനിക്ക് തോന്നുന്നു മാതാവ് ഈശോയെ അനുകരിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ്. അതായത് ഉണ്ണീശോ സ്വയം പരിച്ഛേദന കർമ്മത്തിന് വിധേയനായപ്പോൾ മാതാവ് അതിലെ പ്രതീകാത്മകത കണ്ടറിഞ്ഞ് താനും ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയയായി എന്നല്ലാതെ മറ്റെങ്ങനെയാണ് നമുക്കിതിനെ വ്യാഖ്യാനിക്കാനാവുക? ബൈബിളിലെ പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ടല്ലോ, മാതാവ് എല്ലാം ഹൃദയം കൊണ്ട് സംഗ്രഹിച്ചു എന്ന്. ഒന്നും വിടാതുള്ളിൽ സംഗ്രഹിച്ചംബിക. ഇത് മാത്യു ഉലകന്തറയുടെ പ്രയോഗമാണ്. ദേവാലയത്തില് പുത്രസമർപ്പണ കർമ്മം കഴിഞ്ഞപ്പോൾ അവിടെ ശിമിയോൻ എത്തി. മിശിഹായെ കാണും വരെ താൻ മരിക്കില്ല എന്നൊരു വരം ശിമിയോൻ ദൈവത്തിൽ നിന്ന് നേടിയെടുത്തിരുന്നുവല്ലോ. ശിമിയോന്റെ വരവും ശിമിയോൻ ഉണ്ണീശോയെ കൈകൾ നീട്ടി വാങ്ങിക്കുന്നതും അദ്ദേഹം ദൈവത്തോട് പറയുന്ന സംഭാഷണവും മറ്റും പ്രൊഫസർ PC ദേവസ്യ തൻ്റെ ക്രിസ്തു ഭാഗവതം എന്ന സംസ്കൃത കാവ്യത്തിൽ വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. നമുക്കതിലെ ഒരു പദ്യം ചൊല്ലിക്കേട്ടാലോ. തക്ഷണം നിരഗമത്തദാലയദ്വാരതഃ സ്ഖലിതപാദചംക്രമൈഃ വാർദ്ധകാകലിതജീർണവിഗ്രഹസ്തീർത്ഥകാനഭിമഹാതപോധനഃ. വാർദ്ധകാകലിത ജീർണ വിഗ്രഹനത്രേ ശിമിയോൻ. വാർദ്ധക്യം കൊണ്ട് ജീർണിച്ച ശരീരത്തോടു കൂടിയവനത്രേ. ആ പ്രയോഗമാണ് കവി ദേവസ്യ ശിമിയോനെ കുറിക്കാൻ ഉപയോഗിക്കുന്നത്. സ്ഖലിത പാദ ചംക്രമൈ, ഇടറിയ കാൽവയ്പോട് കൂടിയാണ് വരവ്. എങ്കിലും അദ്ദേഹം മഹാതപോധന, മഹാനായ താപസനാണ്. ഇവിടെ തീർത്ഥകർ എന്നൊരു വാക്ക് കവി ദേവസ്യ പ്രയോഗിക്കുന്നുണ്ട്. അത് യോസേപിതാവിനെയും മാതാവിനെയും ഉണ്ണീശോയെയും കുറിക്കുവാനാണ്. പരിശുദ്ധർ എന്നർത്ഥത്തില്. ശിമിയോൻ ഉണ്ണിയെ കൈനീട്ടി വാങ്ങിക്കുന്നു. ഏവമുക്തവതി യാചകേ ശിശോർമാതരം സമുപഗമ്യ താപസഃ അഗ്രഹീത് കരയുഗേണ തം ശിശും ശ്ലിഷ്യതി സ്മ സുകൃതീ സ്വവക്ഷസാ. അതെ, ശിമിയോൻ ഉണ്ണിയെ മാറോട് ചേർത്തു. സുകൃതി എന്നാണ് കവി ദേവസ്യ ശിമിയോനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദം, പുണ്യശ്ലോകൻ എന്നർത്ഥത്തിൽ. തുടർന്ന് ശിമിയോൻ ദൈവത്തോടായി പറയുന്ന വാക്കുകളാണ്. അതുകൂടി നമുക്കൊന്ന് കേട്ടാലോ. ഹന്ത ഹന്ത സഫലാജ നിർമ്മമ സ്വീയ രക്ഷകമിഹാദ്യ പശ്യതഃ നാസ്തി കാപി മമ ജീവിതേ സ്പൃഹ മൃത്യുമേവ ശരണീകരോമ്യഹം. ഹന്ത ഹന്ത എന്നാണ് ആരംഭിക്കുന്നത്. ഹന്ത എന്നത് ആശ്ചര്യത്തെ കുറിക്കുന്ന ഒരു നിപാതമാണ്. അദ്ദേഹം എന്താണ് പറയുന്നത് തുടർന്ന്? മമ ജനിഹി സഫല, എൻ്റെ ജന്മം സഫലമായി എന്ന്. ഇതാ ഞാൻ എൻ്റെ രക്ഷകനെ കാണവേ എൻ്റെ ജന്മം സഫലമായി തീർന്നിരിക്കുന്നു. അദ്ദേഹം തുടർന്ന് പറയും, നാസ്തി കാപി മമ ജീവിതേ സ്പൃഹ, എനിക്കിനി ജീവിതത്തിൽ ഒരു കൊതിയുമില്ല. മൃത്യുമേവ ശരണം കരോമ്യഹം, ഇതാ ഞാൻ മൃത്യുവിനെ ശരണം പ്രാപിക്കുകയായി എന്ന്. അത് കൂടുതൽ വ്യക്തമാക്കുന്ന പദ്യമാണ് അടുത്തത്. അതും നമുക്ക് ചൊല്ലിക്കേൾക്കാം. മത്പ്രഭോ തവ വിനീത സേവകഃ ശാന്തിപൂർവമധുനാ വിസൃജ്യതാം
യന്മയാ തവ വചോഭിരദ്യമദ്രക്ഷകഃ സ്വയമദർശി ചക്ഷുഷാ. മത്പ്രഭോ എന്നാണല്ലോ വിളിക്കുന്നത്, മമസ്വാമിൻ എന്ന്. തവ വിനീത സേവകഃ അധുനാ വിസൃജ്യതാമെന്ന്. ഈ വിനീതനായ സേവകനെ അങ്ങ് ഇനി പറഞ്ഞയച്ചാലുമെന്ന്. എന്മയാ തവ വചോഭിരദ്യമത് രക്ഷകസ്വയമദർശി ചക്ഷുഷ. എന്തെന്നാൽ ഞാൻ എൻ്റെ രക്ഷകനെ അങ്ങയുടെ വാക്കനുസരിച്ച് എൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കിക്കണ്ടുവല്ലോ എന്ന്. ആ ചാരിതാർത്ഥ്യമാണ് ഈ വാക്കുകളിൽ വെളിവാകുന്നത്. ഇതേ സന്ദർഭം കട്ടക്കയം ചെറിയാൻ മാപ്പിള, ക്രൈസ്തവ കാളിദാസൻ എന്നുകൂടി വിളിപ്പേരുള്ള കട്ടക്കയം ചെറിയാൻ മാപ്പിള എഴുതിയ ശ്രീ യേശുവിജയം എന്നു പേരായ മലയാള കാവ്യത്തിൽ വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് ഏതാനും പദ്യങ്ങൾ ചൊല്ലിക്കേട്ടാലോ. ധരണിയിലഭിഷിക്തനെത്തുവോളം മരണമടുത്തിടുകില്ലിതേ വിധത്തിൽ വരമരുളിയ ദേവനിൽ സദാ തൻ ശരണമണച്ചമരുന്നിതാ വിശുദ്ധൻ. ഭുജലതകളുയർത്തിയിട്ടു നന്നായ ജസുതനെ തലതൊട്ടു കാൽക്കലോളം നിജമിഴികളി മച്ചിടാതെ പേർത്താ സുജന ശിരോമണി വൃദ്ധനുറ്റു നോക്കി. മതി മതി ഭുവനത്രയ പ്രഭോ നിൻ സ്തുതിയെ നടത്തി വരുന്ന ദാസനിപ്പോൾ മതിയിലുപമയറ്റ മോദമോടിക്ഷിതിയെ വിടാനിടയാക്കി നീ ദയാബ്ധേ. വരദ തവ ജനത്തിനീശനായും പരജനതയ്ക്കണയാത്ത ദീപമായും ധരണിയിലവിടുന്നയച്ച രക്ഷാകരനിവനി ക്ഷണലക്ഷ്യമായിതല്ലോ. ഇവിടെ ശിമയോന്റെ നില നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇനി എനിക്ക് മരിച്ചാൽ മതി എന്നത്രേ. സംഗതി മനഃശാസ്ത്രപരമാണ്. അതായത് ഒരു മനുഷ്യന് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അതിൽ പരം ഒരാഗ്രഹമില്ല എന്നിടത്തോളമുള്ള ആഗ്രഹം നിറവേറിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്കുണ്ടാകുന്ന ചിന്ത, അയാളുടെ മനോഭാവം ഇനി എനിക്ക് മരിച്ചാൽ മതി എന്നത്ര. ഇതിന് മനഃശാസ്ത്രജ്ഞരുടെയും ദാർശനികരുടെയും പിന്തുണയുണ്ട്. പ്രസിദ്ധ ജർമ്മൻ ദാർശനികനായ ഫ്രീഡറിക് നീച്ച ഈ സംഗതി മനനം ചെയ്യുകയും തൻ്റേതായ ഒരു സിദ്ധാന്തം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയും, ഒരു മനുഷ്യന് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിറവേറിക്കഴിഞ്ഞാൽ പിന്നെ അയാളിലൊരു പൂർണ്ണതാബോധം ഉണ്ടാകുമത്രേ. തുടർന്ന് അദ്ദേഹം പറയുന്ന സംഗതിയോട് നമുക്ക് യോജിക്കാൻ കഴിയുമോ എന്ന സംശയമാണ്. അദ്ദേഹം പറയും, ആ പൂർണ്ണതാബോധത്തോടൊപ്പം അയാളിൽ ദിശാബോധം നഷ്ടപ്പെടുമത്രേ. തുടർന്ന് അയാളിൽ ഒരു വിരസതയുണ്ടാവാം, ഒരു ശൂന്യതയുണ്ടാവാം, ആത്മഹത്യാ പ്രവണതയുണ്ടാകാം. പക്ഷേ നമുക്കറിയാം, ശിമിയോനെ സംബന്ധിച്ച് ഒരു ശൂന്യതയുമില്ല, ഒരു വിരസതയുമില്ല, ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്ത ലവലേശമില്ല. കാരണം ശിമിയോനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവിടെ സഫലമായത്. ഈശോയെ കാണുക എന്നത് ശിമിയോനെ സംബന്ധിച്ച് പരമമായ നിർവൃത്തി സ്ഥാനമാണ്. അതിനുമേൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് ശിമിയോൻ ദൈവത്തോട് എനിക്ക് മരിക്കാൻ വിട തരൂ എന്ന് ആവശ്യപ്പെട്ടത്. ഈ ഭാവതീവ്രത പ്രമുഖരായ പാശ്ചാത്യ ദാർശനികരും മനഃശാസ്ത്രജ്ഞരും ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നത് സംശയമാണ് എന്ന് തോന്നുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു കഥയാണ്. അബ്രഹാം സാറ എന്നീ ദമ്പതിമാർക്ക് തങ്ങളുടെ വാർദ്ധക്യത്തിൽ ദൈവകൃപ കൊണ്ട് ഒരു പുത്രൻ ജനിക്കുന്നു. അവർ അവന് ചിരിക്കുന്നവൻ എന്നർത്ഥത്തോടു കൂടിയ ഇസഹാക്ക് എന്നു പേർ നൽകി. ഒരിക്കലൊരു മാലാഖ സാറായ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നീ ഗർഭവതിയായി തീരുമെന്നും ഒരു പുത്രനെ പ്രസവിക്കുമെന്നും പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു അത്രേ. ആ ഓർമ്മയ്ക്കായിട്ടാവണം അവർ അവന് ആ പേർ നൽകിയത്. മാതാപിതാക്കൾ ഇസഹാക്കിനെ നന്നായി വളർത്തിക്കൊണ്ടുവന്നു. ഇസഹാക്ക് യുവാവായി. ഒരു ദിവസം രാത്രി ദൈവം അബ്രഹാത്തെ വിളിച്ചു. അബ്രഹാം വിളി കേട്ടു. ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ നിന്റെ ഏകജാതനായ മകനെ എൻ്റെ പ്രീതിക്കായി ബലി തരിക. മോറിയ എന്ന പ്രദേശത്തേക്ക് ചെല്ലൂ. അവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന മലമുകളിൽ വെച്ച്
നീ നിന്റെ പുത്രനെ എൻ്റെ പ്രീതിക്കായി ദഹനബലി നൽകൂ എന്ന്. ഒരു ഇടുത്തിയാണ് വീണത്. ഒരു പിതാവ് സ്വന്തം പുത്രനെ ഒരു കുഞ്ഞാടിനെ എന്ന പോലെ ബലി നൽകണമത്രേ. അന്നേരം അബ്രഹാം എന്തൊരു മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പ്രയാസമാണ്. ഒടുവിൽ അദ്ദേഹം തീരുമാനിക്കുന്നു, ദൈവേച്ഛ പോലെ വരട്ടെ. ആരോടും ഒന്നും പറയാതെ, ആരോടും വാസ്തവം അറിയിക്കാതെ അദ്ദേഹം ഭാര്യയോട് വിടവാങ്ങി മകനെയും കൂട്ടി മോറിയ എന്ന പ്രദേശത്തേക്ക് ചെല്ലുകയാണ്. ഒരു ബലി നൽകാനുണ്ട് എന്ന് മാത്രമേ മകനോട് പറയുന്നുള്ളൂ. കൂടെ സഹായത്തിനായിട്ട് 2 വേലക്കാരെയും കൂട്ടുന്നുണ്ട്. താഴ്വാരത്തിൽ വെച്ച് അബ്രഹാം വേലക്കാരോട് പറയും, നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുവിൻ, ഞാനും ഉണ്ണിയും മുകളിൽ ചെന്ന് ദൈവത്തെ ആരാധിച്ചേച്ച് തിരിച്ചു വരാം. മലമുകളിലേക്ക് കയറവേ മകൻ ചോദിക്കും, പിതാവേ, ബലിക്ക് വേണ്ട സാധന സാമഗ്രികളൊക്കെ നാം കരുതിയിട്ടുണ്ട്, പക്ഷേ കുഞ്ഞാടെവിടെ? പിതാവ് പറയും, കുഞ്ഞാടിനെ ദൈവം എത്തിച്ചു തരും. അവസാന നിമിഷത്തിലാണ് ഇസഹാക്ക് അറിയുന്നത് താനാണ് ആ കുഞ്ഞാട്, തന്നെയാണ് പിതാവ് ബലി നൽകാൻ പോകുന്നത് എന്ന്. പക്ഷേ അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ, അത് ദൈവേച്ഛയാണെന്ന് മനസ്സിലാക്കുമ്പോൾ പുത്രൻ അത് അംഗീകരിക്കുന്നു, ശിരസാവഹിക്കുന്നു. പിതാവ് ബലിപീഠം ഒരുക്കി, അതിന്മേൽ വിറക് അടുക്കി വെച്ചു, അതിന്മേൽ മകനെ കിടത്തി കൈകാൽ ബന്ധിച്ചു. എന്നിട്ട് പുത്രന്റെ കഴുത്ത് ലക്ഷ്യമാക്കി വാളോങ്ങവേ അവിടെ ഒരു ശബ്ദം കേൾക്കായി, അരുത്, അവനെ ഹിംസിക്കരുത്, ഞാൻ നിന്നിൽ പൂർണ്ണമായും സംപ്രീതനായിരിക്കുന്നു. ദയാ വിടപശാഖയിൽ കൊമ്പുടക്കി കിടക്കുന്ന മുട്ടാടിനെ കണ്ടുവോ? നീ അതിനെയാണ് എനിക്കായി ബലി നൽകേണ്ടത്, നിന്റെ പുത്രനെ അല്ല. അപ്പോൾ അബ്രഹാം അനുഭവിച്ച ആ ഒരു ആശ്വാസമുണ്ടല്ലോ, ആ ഒരു സന്തോഷ നിർവൃത്തിയുണ്ടല്ലോ, അതിൻ്റെ തീവ്രത എനിക്ക് തോന്നുന്നു ദൈവം ആദ്യം നീ നിന്റെ ഏകജാതനായ മകനെ ബലി നൽകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ആ ദുഃഖത്തിൻ്റെ തീവ്രതയോട് മാത്രമേ അളന്നുകൂടൂ എന്നാണ്. ദൈവം തുടർന്ന് അബ്രഹാത്തിന് ഒട്ടേറെ വരങ്ങൾ നൽകി സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നയിടത്താണ് കഥ അവസാനിക്കുന്നത്. ഇവിടെ ഒരു കുസൃതി ചോദ്യമുണ്ട്. അബ്രഹാത്തിന് അറിയാമായിരുന്നുവോ ദൈവം തന്നെ പരീക്ഷിക്കുകയാണ് എന്ന്? വായനക്കാർക്ക് തീർച്ചയായും അറിയാം ദൈവം അബ്രഹാത്തെ പരീക്ഷിക്കുകയാണ് എന്നും എല്ലാം ശുഭപര്യവസായിയായി തീരുമെന്നും. പക്ഷേ അബ്രഹാത്തിനറിയില്ല. പക്ഷേ വായനക്കാർക്ക് അറിയാത്ത ഒന്ന് അബ്രഹാത്തിനറിയാം. അതെന്താണെന്നോ? ദൈവം ഒരിക്കലും തന്നോട് അഹിതമായൊന്നും പ്രവർത്തിക്കുകയില്ലെന്ന്. ആ രൂഢമൂലമായ വിശ്വാസമാണ് അബ്രഹാത്തെ ഉടനീളം വഴിതെളിക്കുന്നത്. അത് വെളിവാക്കുന്ന സന്ദർഭങ്ങൾ ഈ കഥയിൽ സൂക്ഷ്മദൃഷ്ടികൾക്ക് മാത്രം ബോധപ്പെടുമാറ് സുവിദഗ്ധമായി നിബന്ധിച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന്, താഴ്വാരത്തിൽ വെച്ച് അബ്രഹാം വേലക്കാരോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുവിൻ, ഞാനും ഉണ്ണിയും മുകളിൽ ചെന്ന് ദൈവത്തെ ആരാധിച്ചേച്ച് തിരിച്ചു വരാമെന്ന്. അതുപോലെ മലമുകളിലേക്കു കയറവേ പിതാവെ കുഞ്ഞാടെവിടെ എന്ന മകന്റെ ചോദ്യത്തിന് കുഞ്ഞാടിനെ ദൈവം എത്തിച്ചു തരും എന്നാണല്ലോ പിതാവ് പറയുന്നത്. ഇതൊക്കെ ദൈവം ആത്യന്തികമായി തൻ്റെ പുത്രനെ സംരക്ഷിക്കുമെന്ന തൻ്റെ ഉപബോധ മനസ്സിലെ അടിയുറച്ച വിശ്വാസത്തിൻ്റെ ബഹിസ്ഫുരണമല്ലാതെ മറ്റെന്താണ്? ഇത് കണ്ടറിഞ്ഞിട്ടാവണം സിസ്റ്റർ മേരി ബെനീജ്ഞ, ഒരേ സമയം കവയിത്രിയും സന്യാസിനിയുമായ സിസ്റ്റർ മേരി ബെനീജ്ഞ, ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ കഥയെ ആധാരമാക്കി താൻ എഴുതിയ ഈശപ്രസാദം എന്ന ലഘുകൃതിയിൽ ത്യാഗാദർശം എന്നു പേരായ അധ്യായത്തിൽ ഈ സന്ദർഭം വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഈരടി ഒന്ന് ചൊല്ലിക്കേട്ടാലോ. കൊല്ലാനുമായതു കഴിഞ്ഞു ഇരേകിടാനും കല്യാണ സിന്ധു കരുണാംബുധി ശക്തനല്ലോ. അതെ, ദൈവത്തിന് കൊല്ലാനുമാവും തിരികെ ഉയർന്നൽകാനുമാവും. കാരണം ദൈവം കല്യാണ സിന്ധുവാണ്, കല്യാണങ്ങളുടെ മംഗളങ്ങളുടെ ആകരമാണ്, കരുണാംബുധിയാണ്, ദയയുടെ ആകരമാണ്. ഇതിനെ നാം ഒരിക്കലും തൻ്റെ പുത്രനെ ദൈവപ്രീതിക്കായി ബലി നൽകാൻ പുറപ്പെട്ട ഒരു പിതാവിൻ്റെ കഥ മാത്രമായി അധപ്പതിപ്പിക്കരുത്. കാരണം ഈ ലോകത്ത് മക്കളെ കൊല്ലുന്ന പിതാക്കന്മാരുണ്ട്, പിതാക്കന്മാരെ കൊല്ലുന്ന മക്കളുമുണ്ട്. അതിന് ദൈവത്തിൻ്റെ ആശീർവാദം കൂടി കിട്ടിയാലോ അവർ അത് ഏറ്റവും ഭംഗിയായി നിർവഹിച്ചു കൊള്ളുമല്ലോ. അപ്പോൾ അതല്ല, ഇത് ദൈവം ഒരിക്കലും തനിക്ക് അഹിതമായി ഒന്നും പ്രവർത്തിക്കുകയില്ല എന്ന ഒരു മനുഷ്യൻ്റെ ദൃഢിഷ്ഠമായ വിശ്വാസത്തിൻ്റെ കഥയാണ്. ആ വിശ്വാസത്തിൻ്റെ പ്രതിഫലമാണ് ദൈവം ബലി തടഞ്ഞതും അബ്രഹാത്തെ ഒട്ടേറെ വരങ്ങൾ നൽകി അനുഗ്രഹിച്ചതും.
നാം ഇവിടെ പുത്രന്റെ ഇസഹാക്കിന്റെ മഹത്വവും കാണാതെ പോകരുത്. താനാണ് ബലി നൽകപ്പെടേണ്ടത് എന്നറിയുമ്പോൾ ഇസഹാക്കിന്റെ പ്രതികരണം എന്തായിരുന്നു? സിസ്റ്റർ മേരി ബെനീജ്ഞ തൻ്റെ ലഘുകൃതിയിൽ ആ സന്ദർഭം വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. നമുക്ക് ആ പദ്യമൊന്ന് ചൊല്ലിക്കേട്ടാലോ. കെട്ടിപ്പിടിച്ചു ജനകന്റെയുരസ്സു ചേർന്നു കഷ്ടിച്ചു രണ്ടു വചനങ്ങളുരച്ചു പുത്രൻ. സൃഷ്ടിച്ചവന്റെ ഹിതമീ വിധമെങ്കിലെന്തേ ശിഷ്ടൻ പിതാവിനിധി സംശയമാർന്നിടുന്നു. ഒരേ സമയം തൻ്റെ പിതാവിലുള്ള ഭക്തിയും പരമപിതാവിലുള്ള ഭക്തിയും ആ പുത്രൻ വെളിവാക്കിയല്ലോ. ദൈവവിശ്വാസത്തിൽ താൻ തൻ്റെ പിതാവിനൊത്തവനാണെന്ന് ആ പുത്രൻ ഇവിടെ തെളിയിച്ചുവല്ലോ. ഇത് ഒരു ആത്മസമർപ്പണത്തിൻ്റെ കഥയാണ്. പുത്രന് ആത്മജൻ എന്നൊരു പേർ കൂടിയുണ്ട്. ആട്ടെ, ഒരു സമർപ്പണവും വൃഥാവിലാവില്ല എന്ന ദൈവത്തിൻ്റെ സന്ദേശത്തോടു കൂടി വേണം നമുക്ക് ഈ കഥ പറഞ്ഞവസാനിപ്പിക്കുവാൻ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും നിന്റെ വംശം വർദ്ധിപ്പൂതാകാം, നീ നിന്റെ ശത്രുക്കളുടെ മേൽ അജയ്യത നേടുമാറാകട്ടെ തുടങ്ങിയ വരങ്ങൾ നൽകിയല്ലയോ ദൈവം അബ്രഹാത്തെ അനുഗ്രഹിക്കുന്നത്. ചുറ്റുമുള്ളവർക്ക് പ്രകാശമേകിക്കൊണ്ട് സ്വയം ഉരുകി ഉരുകി ഇല്ലാതാകുന്ന മെഴുകുതിരിയോട് ഉപമിക്കത്തക്ക ജീവിതങ്ങൾ നയിക്കുവാൻ നമുക്കേവർക്കും അല്പമാത്രമായിട്ടെങ്കിലും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളേകുന്നു ഹാപ്പി കാൻഡിൽമാസ് ഡേ.